Hi everyone, welcome back to my channel. The Unstoppable Soul Surfer എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബെത്താനി ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു സർഫറിൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദ ബ്ലൂ. അത് ബ്ലൂയിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. ഇവിടെ ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് കടലിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്. ഐ ഹാഡ് നോ വാർണിംഗ് അറ്റ് ഓൾ. എനിക്കൊരു വാർണിംഗ് കിട്ടിയിരുന്നില്ല. നോട്ട് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഹിൻറ്റ് ഓഫ് ഡേഞ്ചർ ഓൺ ദി ഹൊറൈസൺ. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഹിൻറ്റ് പോലും, ഒരു അപകടം വരുന്നുണ്ടെന്നൊരു ഹിൻറ്റ് പോലും എനിക്ക് കിട്ടിയില്ല. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, അതേപോലെ നല്ല കാം ആയിരുന്നു. ഇറ്റ് വാസ് മോർ ലൈക്ക് സ്വിമ്മിങ് ഇൻ എ പൂൾ. ശരിക്കും ഒരു സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. റാദർ ദാൻ ദ ഡീപ്പ് ഓഷ്യൻ വാട്ടേഴ്സ് ഇൻ കവോയി, ഹവായി. അതായത് വലിയ ഡീപ്പായിട്ടുള്ള നല്ല താഴ്ചയുള്ള ഓഷ്യനിൽ നീന്തുന്ന പോലെയൊന്നും, കടലിൽ നീന്തുന്ന പോലെയൊന്നും ആയിരുന്നില്ല. Where I go almost every morning to surf with my friend Alana Blanchard or the other girls on the Hanalei Girls Surf Team. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ രാവിലെ മോർണിംഗിലും ഇവിടെ നീന്താൻ, സർഫിങ് ചെയ്യാനായിട്ട് പോവാറുണ്ട്. ചിലപ്പോൾ പോകുന്നത് എൻ്റെ ഫ്രണ്ട് അലാന ബ്ലാൻഷാർഡിൻ്റെ കൂടെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഹനാലൈ ഗേൾസ് സർഫ് ടീം, ആ ടീമിലെ ഗേൾസിൻ്റെ കൂടെയാണ് പോവാറ്. ദ വേവ്സ് വെർ സ്മോൾ ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ്. വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരകൾ ചെറുതായിരുന്നു. ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് പോരായിരുന്നു, അത് കുറവായിരുന്നു തിരകൾ. ആൻഡ് ഐ വാസ് റിലാക്സിങ് ഓൺ മൈ ബോർഡ് വിത്ത് മൈ റൈറ്റ് ഹാൻഡ് ഓൺ ദ നോസ് ഓഫ് ദ ബോർഡ്. ഞാനിങ്ങനെ ഈ സർഫിംഗ് ബോർഡ് കണ്ടോ, ആ കയ്യിൽ പിടിച്ചേക്കുന്ന, അതിൽ റിലാക്സ് ചെയ്ത് കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് ബോർഡിൻ്റെ നോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുമ്പത്തെ ഒരു ഭാഗമില്ലേ, അത് അവിടെയായിരുന്നു. ആൻഡ് മൈ ലെഫ്റ്റ് ആം ഡാംഗ്ലിങ് ഇൻ ദ കൂൾ വാട്ടർ. എൻ്റെ ലെഫ്റ്റ് കൈ എന്താണ്, ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഡാംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ തൂക്കിയിടില്ലേ, കൈ വെള്ളത്തിൽ ഇങ്ങനെ ഇടുന്നത്, കാല് വെള്ളത്തിലിട്ടുകൊണ്ട് നമ്മൾ ഇരിക്കില്ലേ, അതേപോലെ ഇവിടെ കൈ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഐ റിമെമ്പർ തിങ്കിങ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അന്ന് ആലോചിച്ച കാര്യം. ഐ ഹോപ്പ് ദ സർഫ് പിക്സ് അപ്പ് സൂൺ. അതായത് പെട്ടെന്ന് കുറച്ച് നല്ല തിര വരട്ടെ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. അത് സർഫേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്. പെട്ടെന്ന് നല്ലൊരു വേവ് വരുന്നു, അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത്. വെൻ സഡൻലി ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ഗ്രേ. പെട്ടെന്നാണ് ഒരു ഫ്ലാഷ് ഓഫ് ഗ്രേ കളർ കാണുന്നത്. ഒരു ഫ്ലാഷ് ഓഫ് ഗ്രേ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് ഒരു ഗ്രേ കളർ വരുന്നത്. ദാറ്റ് ഈസ് ഓൾ ഇറ്റ് ടുക്ക്. എ സ്പ്ലിറ്റ് സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ സ്പ്ലിറ്റ്, പകുതിയാണ് എടുത്തുള്ളൂ. ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ ആൻഡ് എ കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് ഫാസ്റ്റ് ടക്സ്. അപ്പോൾ എനിക്ക് നല്ല പ്രഷർ ഫീൽ ചെയ്തു, അതേപോലെ തന്നെ ലൈറ്റ്നിങ്ങിന്റെ പോലെ ഫാസ്റ്റ് ആയിട്ടുള്ള, ഇടിമിന്നലിന്റെ പോലെ ഫാസ്റ്റ് ആയിട്ട് എന്തോ ടക്സ് എന്ന് പറഞ്ഞാൽ വലിക്കുന്ന പോലെ തോന്നി. ഐ കുഡന്റ് മേക്ക് ഔട്ട് എനി ഓഫ് ദ ഡീറ്റെയിൽസ്. എനിക്ക് എന്താണ് സംഭവം, ഓരോ ഡീറ്റെയിൽസ് ഒന്നും ഓർമ്മയില്ല. ബട്ട് ഐ ന്യൂ ദാറ്റ് ദ ഹ്യൂജ് ജോസ് ഓഫ് എ മാസീവ് ടൈഗർ ഷാർക്ക് കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം. എനിക്ക് എന്താ മനസ്സിലായത്, ഒരു വലിയൊരു ഷാർക്ക്, ടൈഗർ ഷാർക്ക് എൻ്റെ ബോർഡ്, ടോപ്പ് ഓഫ് മൈ ബോർഡ്, എൻ്റെ ബോർഡ് മറ്റേ സർഫിങ് ചെയ്യുന്ന എൻ്റെ ബോർഡിൻ്റെ മുകളിലും എൻ്റെ ലെഫ്റ്റ് ആമും കവർ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് ഫണ്ണി, യു വുഡ് തിങ്ക് ഹാവിങ് യുവർ ആം ബിറ്റൺ ഓഫ് വുഡ് റിയലി ഹേർട്ട്. അപ്പോൾ നിങ്ങളുടെ കൈ എന്താ പറയുക, മുറിഞ്ഞു പോകുമ്പോൾ ഹേർട്ടാവും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. യെസ്. അപ്പോൾ ബട്ട് ദർ വാസ് നോ പെയിൻ അറ്റ് ദ ടൈം. പക്ഷെ ആ ടൈമിൽ വേദനിച്ചില്ല. ഐ ഫീൽ പ്രഷർ ആൻഡ് എ കൈൻഡ് ഓഫ് എ ജിഗിൾ ടഗ്. എനിക്കൊരു പ്രഷർ കയ്യിൽ തോന്നി, അതേപോലെ തന്നെ ഒരു ജിഗിൾ ടഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കുലുങ്ങുന്ന പോലെ, ഒന്ന് ട്രെംബ്ലിങ് ചെയ്യുന്ന പോലെ ഒരു വലിക്കണത്. വിച്ച് ഐ നോ നൗ വാസ് എ ടീത്ത്. ഇപ്പം എനിക്ക് മനസ്സിലായത് എന്താണ്, അത് ടീത്താണ്, പല്ലുകളാണ്. ദേ ഹാവ് സെറേറ്റഡ് എഡ്ജസ് ലൈക്ക് എ സ്റ്റിക്ക് നൈഫ്. അതിന് സെറേറ്റഡ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള എഡ്ജസ് ആണ് പല്ലിന്, ഷാർക്കിന്റെ പല്ലിന്, ലൈക്ക് എ സ്റ്റിക്ക് നൈഫ്, ഈ ഇറച്ചിയൊക്കെ വെട്ടുന്ന കത്തി പോലെ. ആൻഡ് ദേ സോഡ് ത്രൂ ദ ബോർഡ് ആൻഡ് മൈ ബോൺസ് ആസ് ഇഫ് ദേ വേ ടിഷ്യൂ പേപ്പർ. അത് എൻ്റെ ബോൺസും അതേപോലെ എൻ്റെ ബോർഡും അറുത്തെടുത്തോണ്ട് പോയി. ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഒരു ഫ്യൂ സെക്കൻഡ്സിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൌണ്ട് മീ ടേൺ ബ്രൈറ്റ് റെഡ് വിത്ത് മൈ ബ്ലഡ്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചുറ്റിനുള്ള വെള്ളം ബ്രൈറ്റ് റെഡായി മാറി, കാരണം എൻ്റെ ബ്ലഡ് വെള്ളത്തിൽ ഒഴുകി നടക്കുകയാണല്ലോ, യുനോ. ദെൻ ഐ സോ ദാറ്റ് മൈ ആം ഹാഡ് ബീൻ ബിറ്റൺ ഓഫ് ഓൾമോസ്റ്റ് ടു ദ ഷോൾഡർ. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈ ഷോൾഡർ വരെ കടിച്ചെടുത്തിട്ടുണ്ട്. ദർ വാസ് ജസ്റ്റ് എ 3 or 4 inch stub where my limb had once been. ഇപ്പം നോക്കുമ്പോൾ
3-4 ഇഞ്ച് സ്റ്റബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറ്റികൾ ഇങ്ങനെ നിൽക്കുന്നത്. കൈ മുറിച്ചെടുത്തോണ്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു സീൻ കാണുമ്പോൾ നമുക്കറിയാം കൈയുടെ ചെറിയ ചെറിയ കുറ്റികളുണ്ടാവും. അതാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയായിരുന്നു കൈ ഉണ്ടായിരുന്നത്. ആ സ്ഥലത്ത് ഇപ്പോൾ ഇങ്ങനെയാണ്. ബൈറൺ ആൻഡ് ഹോൾട്ട് എന്ന് പറയുന്നത് അലാന, ആദ്യം പറഞ്ഞല്ലോ ബേത്താനിയുടെ ഫ്രണ്ട്. അപ്പോൾ അലാനയുടെ ബ്രദർ ആൻഡ് ഫാദറാണ്. ബ്രദറാണ് ബൈറൺ, ഫാദറാണ് ഹോൾട്ട്. ഇവർ രണ്ടുപേരും ഗോട്ട് ടു മീ ഇൻ എ ഫ്ലഷ്, പെട്ടെന്ന് അടുത്തേക്ക് വന്നു. ഹോൾട്ട്സ് ഫേസ് വാസ് വൈറ്റ് ആൻഡ് ഹിസ് ഐസ് വെയർ വൈറ്റ്. ഓ മൈ ഗോഡ്. അപ്പോൾ അലാനയുടെ ഫാദറാണ് ഹോൾട്ട്. അദ്ദേഹത്തിന്റെ മുഖം പെട്ടെന്ന് ഇങ്ങനെ വൈറ്റ് ആയി, അതേപോലെ പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ വൈഡായി, കണ്ണ് തുറച്ചു നിൽക്കാണ്. ഓ മൈ ഗോഡ്. അദ്ദേഹം പറയാണ്, ദൈവമേ. ഹി സെഡ്, ബട്ട് ഹി ഡിഡ്ന്റ് ഫ്രീക്ക് ഔട്ട്. അങ്ങനെ പറഞ്ഞെങ്കിലും ആ ഒരു പേടി അവർ ഭയങ്കരമായിട്ടും കാണിച്ചില്ല. ഇൻസ്റ്റഡ് ഹി ടുക്ക് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. പക്ഷേ ഈ സിറ്റുവേഷനെ അദ്ദേഹം കൺട്രോൾ ചെയ്യാണ്. ഹി പുഷ്ഡ് മീ ബൈ ദ ടെയിൽ ഓഫ് മൈ ബോർഡ്. എൻ്റെ ആ ഒരു സർഫിംഗ് ബോർഡിന്റെ ടെയിൽ അറ്റം ഭാഗത്ത് ഇങ്ങനെ പുഷ് ചെയ്തിരുന്നു. ആൻഡ് ഐ കോട്ട് എ സ്മോൾ വേവ് ദാറ്റ് വാഷ്ഡ് മീ ഓവർ ദ റീഫ് ആസ് ഐ ലേ ഓൺ മൈ ബോട്ട്. ഒരു ചെറിയ വേവ്, ചെറിയൊരു തിര വന്നു. അപ്പോൾ ഞാനിങ്ങനെ റീഫിന്റെ മുകളിൽ കൂടെ, പാറക്കൂട്ടം ഉണ്ടാവുമല്ലോ കടലിൽ, യെസ്, അതിന്റെ മുകളിലൂടെ ഇങ്ങനെ പോയി. അത് ജസ്റ്റ് ഇങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു സംഭവം ജസ്റ്റ് സംഭവിച്ചു. വാട്ട് എവർ ഇമോഷൻ ഹോൾട്ട്, ബൈറൺ ആൻഡ് അലാന വെർ ഫീലിംഗ് ദേ കെപ്റ്റ് ഇൻസൈഡ്. ഹോൾട്ട്, ബൈറൺ, അലാന ഇവർക്ക് മൂന്നുപേർക്കും എന്ത് ഇമോഷൻസ് തോന്നിയിരുന്നെങ്കിൽ പോലും അവരത് അവരുടെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്തു. നോബഡി പാനിക്ഡ് ഓർ ലോസ് ദെയർ ഹെഡ്. ആരും പാനിക്കായി പേടിച്ച് എന്നെയും കൂടി പേടിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവർ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത് അങ്ങനെയാണ്. മൈ ആം വാസ് ബ്ലീഡിങ് ബാഡ്ലി. എൻ്റെ കൈ നല്ലപോലെ ചോര ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബട്ട് നോട്ട് സ്പ്യൂയിങ് ബ്ലഡ് ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ. ഇങ്ങനെ കൈയൊക്കെ ഷാർക്ക് കടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ മൈൻഡിൽ അങ്ങനെ ഒരു സീൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചോര ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് ചോര സ്പ്യൂയിങ് ഭയങ്കര ഫാസ്റ്റിൽ ഇങ്ങനെ ഒഴുകില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നില്ല, ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. Holt took off his long grey sleeve rash guard and tied it around the stub of my arm, really tight to act as a tourniquet. അപ്പോൾ ഹോൾട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലോങ് ഗ്രേ സ്ലീവ് റാഷ് ഗാർഡ്, അതായത് ഈ മറ്റേ കടലിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന, അതായത് സർഫിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്നവർ കയ്യിലൊക്കെ വലിയ സ്ലീവ്സ്, ലോങ് സ്ലീവ് ഉള്ള ഒരു പ്രത്യേക തരം ഒരു ഡ്രസ്സൊക്കെ ഇടില്ലേ, ഈ നീന്തലൊക്കെ ചെയ്യുന്നവരിടുന്ന ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ടൈറ്റായിട്ട് കിടക്കുന്ന ആ ഡ്രസ്സിൻ്റെ, അതായത് ഇദ്ദേഹത്തിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, ആ മുറിവിൽ മുറുക്കി കെട്ടി, ഒരു ബാൻഡ് പോലെ കെട്ടി, ബാൻഡേജ് പോലെ. ഹോൾട്ട് ടോൾഡ് മീ ടു കീപ് ടോക്കിംഗ് ടു ഹിം ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഡിഡ്ന്റ് പാസ് ഔട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. ഹോൾട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, സംസാരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട്, കടലിന്റെ നടുക്കാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാല്ലേ, അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അങ്ങനെ വീണാലോ. സോ ഐ വാസ് ടോക്കിംഗ് ഓൾദോ ഐ ഡോണ്ട് നോ അബൌട്ട് വാട്ട്, ജസ്റ്റ് ആൻസറിങ് ഹിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രേയിങ് ഔട്ട് ലൗഡ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താണ് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടായിരുന്നു, ഒച്ചയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇൻ ദ സർജറി റൂം ദേ ഹുക്ഡ് മീ അപ് ടു ലോട്ട്സ് ഓഫ് മെഷീൻസ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി, സർജറി റൂമിലാണ്, അവിടെ ഒരുപാട് മെഷീൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തേക്കാണ്. ഇറ്റ് വാസ് ഡോക്ടർ റോവിൻസ്കി ഹു വുഡ് ബി ഡൂയിങ് ദ ഫസ്റ്റ് സർജറി ചെയ്തത് ഡോക്ടർ റോവിൻസ്കി ആണ്. ആൻഡ് ഹി എക്സ്പ്ലെയിൻഡ് ടു ബോത്ത് മീ ആൻഡ് മൈ മോം ഹൗ ഹി വുഡ് ഡു ഇറ്റ്. എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് ഈ സർജറി ചെയ്യുന്നതെന്ന്. യു ഹാവ് ലോസ്റ്റ് യുവർ ആം ബേത്താനി, ഹി സെഡ് ജെന്റ്ലി. നൗ ദ ഫോക്കസ് ഇസ് ഓൺ സേവിങ് യുവർ ലൈഫ്. നിന്റെ കൈ നിനക്ക് നഷ്ടപ്പെട്ടു, ഇനി ഫോക്കസ് ചെയ്യുന്നത് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. മൈ മോം സ്റ്റേഡ് ബൈ മൈ സൈഡ് ദ ഹോൾ ടൈം. ഫുൾ ടൈം അമ്മ അടുത്ത് തന്നെ നിന്നു. മൈ ഡാഡ് വെന്റ് ഔട്ട് ടു ഡീൽ വിത്ത് വിസിറ്റേഴ്സ്. അച്ഛൻ എന്താ ചെയ്തത്, ഒരുപാട് വിസിറ്റേഴ്സ് കാണാൻ വരുമല്ലോ, അവർ ഡിലേൻ പുറത്തേക്ക് പോയി. ആൻഡ് ദ എവർ ഗ്രോയിങ് നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ് ഹു ഹേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻ ടു മീ ആൻഡ് വെർ ഈഗർ ടു ബ്രേക്ക് മൈ സ്റ്റോറി. ഒരുപാട് റിപ്പോർട്ടേഴ്സ് വന്നിരുന്നു മീഡിയാസിൽ നിന്നൊക്കെ. അവർ എൻ്റെ കഥ കേട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാനായിട്ട്, സ്റ്റോറി ബ്രേക്ക് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻ ദ ഹോസ്പിറ്റൽ ഐ വുഡ് ലുക്ക് ഓവർ അറ്റ് ദ ബാൻഡേജ്ഡ് സ്റ്റംപ് വെയർ മൈ ആം യൂസ്ഡ് ടു ബി ആൻഡ് തിങ്ക് നൗ വാട്ട്. അപ്പോൾ എൻ്റെ കൈ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ബാൻഡേജ് കിട്ടിയേക്കാണ്. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഇപ്പം എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട്. ഫോർ എ വൈൽ ഐ ഡൗട്ടഡ് വെദർ ഐ വുഡ് എവർ സർഫ് അഗൈൻ. കുറച്ച് സമയം ഞാൻ സംശയിച്ചു, ഞാൻ ഇനി സർഫിങ്ങിന് പോണോ
എവറിബഡി നോസ് ദാറ്റ് ഇറ്റ് ടേക്സ് 2 arms ടു സർഫ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, 2 കൈകൾ വേണം സർഫിങ് ചെയ്യാനായിട്ട്. ഐ ട്രൈ ടു ടെൽ മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറയാൻ ശ്രമിച്ചു, ഹേ ഐ എം ഓക്കെ വിത്ത് ദിസ്, ഞാൻ ഇതുകൊണ്ട് ഓക്കെയാണ്. ഐ മീൻ സർഫിങ് ഇസ് നോട്ട് എവറിഥിങ്, റൈറ്റ്? എല്ലാം സർഫിങ് എന്ന് പറയുന്നത് എല്ലാം അല്ലല്ലോ. യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഡു ടു ഹാവ് ഫൺ. ഫണ്ണിന് വേണ്ടി ചെയ്യാൻ എന്തെങ്കിലും നിനക്ക് ഇനിയും കണ്ടുപിടിക്കാൻ പറ്റും. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്, ഐ ടോൾഡ് മൈ ഡാഡ്. അച്ഛനോട് പറഞ്ഞു എനിക്ക് ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ആവണം എന്ന് പറയാണ്. ദാറ്റ് വാസ് മൈ വേ ഓഫ് സേയിങ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ലിസൺ ഐ നോ മൈ സർഫിംഗ് ഡേയ്സ് ആർ ഓവർ. അപ്പോൾ ബേത്താനി പറയണേ, എനിക്കറിയാം എൻ്റെ സർഫിംഗ് ഡേയ്സ് എല്ലാം കഴിഞ്ഞു. ഹി ജസ്റ്റ് നോഡഡ്. ഐ എം ഷുവർ യു വിൽ ബി ആൻഡ് ട്രൈ ടു സ്മൈൽ. അദ്ദേഹം തലയൊന്ന് ആട്ടി എന്നിട്ട് പറഞ്ഞു, നിനക്ക് പറ്റും, എന്നിട്ട് ചിരിക്കാൻ ശ്രമിച്ചു. ഹി ന്യൂ വാട്ട് ഇറ്റ് മെന്റ് ആസ് വെൽ. അദ്ദേഹത്തിന് അറിയായിരുന്നു എന്താണ് അത് ഉദ്ദേശിച്ചതെന്ന്. ബട്ട് ബൈ സാറ്റർഡേ ഐ ചേഞ്ച്ഡ് മൈ മൈൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിംഗ് അഗെയിൻ. സാറ്റർഡേ ആയപ്പോഴേക്കും ബേത്താനിയുടെ മൈൻഡ് മാറ്റി. എന്നിട്ട് എന്ത് ചിന്തിക്കാൻ തുടങ്ങി? ഒന്നുകൂടി പോകണം, സർഫിങ്ങിന് പിന്നെയും പോകാൻ പോവാണ് ചിന്തിച്ചു തുടങ്ങി. ഐ വാസ് ഫീലിംഗ് ബെറ്റർ. ഇപ്പോൾ നല്ലപോലെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൈ മൈൻഡ് വാസ് ലെസ് ഫോഗി. ഇപ്പോൾ മൈൻഡൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട്. ആൻഡ് ദർ വർ സോ മെനി പീപ്പിൾ കമ്മിങ് ടു സീ മീ. ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. ആൻഡ് ഗിവ് മീ പെപ് ടോക്സ്. എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ടോക്സ് തരാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവറി വൺ. എല്ലാവരും മുമ്പിൽ ഒരു ബ്രേവ് ഫേസ് ഞാനിങ്ങനെ ആക്കി ആണ് ഇരിക്കുന്നത്. ആൻഡ് ഗിവ് ബട്ട് ഐ കാൻ പ്രിറ്റൻഡ് ഇറ്റ് ഡി നോട്ട് ഗെറ്റ് ടു മീ അറ്റ് ടൈംസ്. പക്ഷെ ചില സമയത്ത് എനിക്ക് ബ്രേവ് ഫേസ് വരുന്നില്ല. ഓക്കെ, അത് കൂടി ഇതിലുണ്ട് കേട്ടോ. ഇഫ് I ever did start to get blue, I had my brothers to pull me back. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്ന പോലെ ഞാൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എൻ്റെ ബ്രദേഴ്സ് എന്നെ പഴയപൊലിയാക്കും. ദേ വെർ ലേറ്റ് ബാക്ക് ആസ് ഓൾവേസ്. അവരാണ് എന്നെ ഇങ്ങനെ അവർ നല്ല കൂളായിട്ട് തന്നെയാണ് അവർ നിന്നിരുന്നത്. ദേ നെവർ ലെറ്റ് മീ നോ ദെയർ ഹൊറർ ഓർ സീ ദെയർ പെയിൻ ഓർ ഫിയർ. അവർ അതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ തീവ്രത അവർ കാണിച്ചില്ല മുഖത്ത്. അതേപോലെ ഈ ഒരു പേടിയൊന്നും അവർ കാണിച്ചില്ല. Timothy was always joking and Noah was my biggest protector. തിമോത്തിയും നോവയും, തിമോത്തിയാണ് എപ്പോഴും കോമഡി പറയും, നോവയാണ് എന്നെ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ ആയിട്ട് നിന്നിരുന്നത്. ദേ വെർ സോ സ്ട്രോങ് ആൻഡ് ദാറ്റ് ഹെൽപ്ഡ് മീ ബി സ്ട്രോങ് ടു. അവർ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു, അത് എന്നെ ഹെൽപ്പ് ചെയ്തു നല്ല സ്ട്രോങ് ആയി നിൽക്കാനായിട്ട്. ബിഫോർ ഐ ഗോ ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, ഇൻ ഫാക്ട് ബൈ ദ സെക്കൻഡ് ഡേ ഓഫ് മൈ 1 week സ്റ്റേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ഒരു ആഴ്ച അവിടെ സ്റ്റേ ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസമായപ്പോൾ ഐ വാസ് ടോക്കിംഗ് ഡിഫറെൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിങ് അഗെയിൻ. അപ്പോൾ എന്താണ്, ഞാൻ ഇനി സർഫിങ്ങിന് പോണെ പറ്റി, ആ പോസിബിലിറ്റിയെ പറ്റി പിന്നെ സംസാരിക്കുകയാണ്. മൈ ഹോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ നിന്നു. എന്നെ എത്ര എൻകറേജ് ചെയ്യാൻ പറ്റും അത്ര എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. My parents had no doubt that I probably could figure out a way to get up on a boat, but I knew they felt my competitive days were over. അവർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ബോർഡിൽ തന്നെ ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷേ എനിക്കറിയായിരുന്നു എൻ്റെ കോമ്പറ്റേറ്റീവ് ഡേയ്സ് കഴിഞ്ഞു. ബിഥനി, ഐ എം ഷുവർ യു ക്യാൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു, മൈ ഡാഡ് ടോൾഡ് മീ. പക്ഷേ അച്ഛന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. നിനക്ക് എന്താണ് നിനക്ക് വേണ്ടത് അത് ചെയ്യാൻ പറ്റുമെന്ന് അച്ഛനും ഉറപ്പുണ്ടായിരുന്നു. മൈ പാരൻസ് ടു ഹാഡ് എ റഫ് ടൈം. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു റഫ് ടൈം തന്നെയായിരുന്നു. നെയ്തർ ഓഫ് ദം വാസ് ഏബിൾ ടു വർക്ക് ഫോർ ഓൾമോസ്റ്റ് 3 months. 3 മാസത്തോളം അവർക്ക് ജോലി ചെയ്യാൻ പറ്റിയിരുന്നില്ല. വിച്ച് പുട്ട് എ ബിഗ് ഫിനാൻഷ്യൽ ബർഡൻ ഓൺ അവർ ഫാമിലി. അത് അവരുടെ വീട്ടിൽ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി. മൈ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് മൈ ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗൈൻ കെയിം ജസ്റ്റ് ആസ് വി വെർ ലിവിങ് ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഇതാണ്, ഇനി എൻ്റെ ജീവിതം പഴയ പോലെ ആവില്ല എന്നാണ് ഇവർക്ക് തോന്നിയത്. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ദ മെയിൻ എൻട്രൻസ് വി ഹാഡ് ടു ഗോ ത്രൂ എ മേസ് ഓഫ് ഹാൾവേസ് ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദി ബാക്ക് ഡോർ. അപ്പോൾ മെയിൻ എൻട്രൻസിൽ കൂടെയല്ല ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോണത്. അവർ മേസ് ഓഫ് ഹാൾവേസ് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ഇങ്ങനെ വട്ടം തിരിഞ്ഞൊക്കെയാണ് പോയത് കേട്ടോ. അത് ഇവിടെ കൂടെ അതിക്കൂടെയൊക്കെ. ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോർ, അതിങ്ങനെ പമ്മി ബാക്ക് ഡോറിൽ കൂടെയാണ് അവർ പോയത്. ദർ വെയർ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ് വിത്ത് അസ്. ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ഉണ്ട്. ആൻഡ് വെൻ വി go to our കാറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ there were 2 cowboy policemen who followed us to
a house in Anahola where I could continue to recover in privacy. അപ്പോൾ അവരുടെ വീട്ടിലേക്കല്ല കേട്ടോ, വേറെ സ്ഥലത്ത് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോയത്. കാരണം അവിടെ പ്രൈവസി വേണം റിക്കവർ ചെയ്യുമ്പോൾ, എല്ലാവരും കടന്നു വരാത്തൊരു സ്ഥലത്ത്. അപ്പോൾ പോലീസും ഉണ്ടായിരുന്നു വീട്ടിലേക്ക് പോകാനായിട്ട്. My parents explained to me that there was a mob of TV people eagerly waiting to show microphones in my face. അപ്പോൾ പാരൻസ് പറഞ്ഞു കുറേ പേര്, മോബ് ഓഫ് ടി വി പീപ്പിൾ, ഒരുപാട് കൂട്ടം ആളുകൾ, ടി വിക്കാരുണ്ടായിരുന്നു. അവർ മൈക്രോഫോൺസ് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ, ഷോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുഖത്തേക്ക് വേഗം കാണിക്കില്ലേ, യെസ്, അങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു. ഓണസ്റ്റ്ലി ഐ റിയലി ഡോണ്ട് എൻജോയ് ബീങ് ഇൻ ദ സ്പോട്ട് ലൈറ്റ്. എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ നിൽക്കുന്നത്. ബട്ട് ഐ അഗ്രി ടു ഡു ഇൻ്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. പക്ഷേ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കൊടുത്തു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. Strangers still approach me on the beach, in airports, in shops and restaurants. സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരായ ആളുകൾ ഇപ്പോഴും എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എയർപോർട്ടിലും ഷോപ്പിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ. ദേ ആസ്ക് ഫോർ ഓട്ടോഗ്രാഫ്സ്. അവർ ഓട്ടോഗ്രാഫ്സ് ചോദിക്കും. ദേ കം അപ്പ് ആൻഡ് ടെൽ മീ ഐ ആം ആൻ ഇൻസ്പിറേഷൻ. അവർ വന്നിട്ട് പറയും ഞാൻ ഒരു ഇൻസ്പിറേഷനാണ്. ഐ എം ഇന്ററപ്റ്റഡ് അറ്റ് ഡിന്നർ ബൈ പീപ്പിൾ വാണ്ടിങ് ടു ബി ഇൻ എ ഫോട്ടോ വിത്ത് മീ. ഡിന്നർ ടൈമിലാണെങ്കിലും ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കും. ഇറ്റ്സ് ടോട്ടലി ബിസാർ. അതായത് ഇങ്ങനെ ഒരു എന്താ പറയുക, സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാം. ബീങ് എ ടോപ്പ് പ്രൊഫഷണൽ സർഫർ would have brought me only a silver of this recognition, and probably only within the tight-knit surfing community. You are something more now than a friends tell me. അപ്പോൾ എന്താണ്, ഒരു ടോപ്പ് പ്രൊഫഷണൽ സർഫർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടും. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സർഫിംഗ് കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള ആളുകളുടെ ഇടയിലാണ്. എന്നാൽ ഇന്ന് നീ അങ്ങനെയല്ല, ഒരു സർഫറിനേക്കാൾ ഒരുപാട് വലിയൊരു, അങ്ങനെയാണ് വലുതായി നീ. യു ആർ ദ ബെയറർ ഓഫ് ഹോപ്പ് ഫോർ ദോസ് ഹു ഹാവ് ബീൻ ഹാൻഡഡ് എ ബാഡ് ഡീൽ ഇൻ ദ കാർഡ് ഗെയിം ഓഫ് ലൈഫ്. ഇപ്പോൾ നീ ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷയാണ്. ഇൻ സം വേസ് ഇറ്റ് വാസ് ലൈക്ക് ലേണിംഗ് ടു സർഫ് ഓൾ ഓവർ അഗെയിൻ. ചില വഴി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഒന്നുകൂടി സർഫിങ് പുതിയൊരു കാര്യമായിട്ട് പഠിക്കുന്ന പോലെയാണ്. കാരണം ഒരു ബ്രേക്ക് വന്നപ്പോൾ എനിക്ക് കുറേ നാളുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ല, ഒന്നുകൂടി എല്ലാം തുടങ്ങണം എന്നുള്ള പോലെയായി. ഐ ഹാഡ് ടു ലേൺ ഹൗ ടു പാഡൽ ഈവൻലി വിത്ത് വൺ ആം. ഒരു കൈ കൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പഠിക്കണം. ആൻഡ് വെൻ ഐ ഫെൽറ്റ് ദ വേവ് പിക്ക് മീ അപ്പ്, എനിക്ക് വേവ് വന്നെന്ന് തോന്നുമ്പോൾ ഐ ഹാഡ് ടു പുട്ട് മൈ ഹാൻഡ് ഫ്ലാറ്റ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ഡെക്കിൻ്റെ സെൻറ്ററിൽ എൻ്റെ കൈ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം. അതായത് എന്തിനങ്ങനെ ചെയ്യുന്നത്, ടു ഗെറ്റ് ടു മൈ ഫീറ്റ് റാദർ ദൻ ഗ്രാബിംഗ് ദ സർഫ് ബോർഡ് റെയിൽ ദ വേ യു വുഡ് ഇഫ് യു ഹാഡ് ടു ഹാൻഡ്സ്. രണ്ട് കൈ വെച്ച് ചെയ്തിരുന്നപ്പോൾ ഉള്ള പോലെയല്ല ഇപ്പോൾ. ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു കൈയില്ലാതെ എന്നാൽ ബാലൻസും കൊടുത്ത് വേണം ചെയ്യാൻ. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് ഡിഡ് നോട്ട് വർക്ക്. ഞാൻ ശ്രമിച്ചു, 2 തവണ ചെയ്ത് നോക്കി, ശരിയായില്ല. ഐ കുഡ്ന്റ് ഗെറ്റ് അപ്പ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. പക്ഷെ ഞാൻ ഭയങ്കര ഡിസ്കറേജ്ഡ് ആയി. ഞാൻ വിചാരിച്ചിരുന്നു ഈസി ആയിരിക്കുമെന്ന്. മൈ ഡാഡ് ഹു വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ കെപ്റ്റ് ഷൗട്ടിങ്. എന്നാൽ എൻ്റെ കൂടെ എൻ്റെ ഡാഡ് ഉണ്ടായിരുന്നു വെള്ളത്തിൽ. അദ്ദേഹം ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നു, വേതാനി ട്രൈ ഇറ്റ് വൺ മോർ ടൈം, ഒന്നുകൂടി ശ്രമിക്കുക, ദിസ് വൺ വിൽ ബി ഇറ്റ്. സോ ഐ ഡിഡ്. ഇത് നിനക്ക് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ വേതാനി ശ്രമിച്ചു. ദെൻ ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെ അത് സംഭവിച്ചു. A wave rolled through. I caught it, put my hand on the deck to push up, and I was standing. Yes, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവളത് ചെയ്തു. I guess I started getting the technique wired after that. Yes, ഇപ്പോൾ ടെക്നിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. Of course, once I was on my feet, everything was easy. ഒരു തവണ നോർമൽ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പഴയ പോലെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാം എളുപ്പമാണ് എന്ന് എനിക്ക് മനസ്സിലായി. It's hard for me to describe the joy I felt after I stood up and rode a wave in for the first time after the attack. അപ്പോൾ എനിക്ക് എത്ര സന്തോഷമായിരുന്നു എന്നുള്ളത് പറയാൻ എനിക്ക് ഭയങ്കര ഹാർട്ടാണ്. അതായത് ആദ്യമായിട്ട് ഞാനതിൽ പിന്നീട് എഴുന്നേറ്റ് നിന്നപ്പോൾ, പിന്നെ ഒരു വേവിനെ ഞാൻ ഈ സർഫിങ് ചെയ്തപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഐ വാസ് ഇൻക്രെഡിബ്ലി താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി ഇൻസൈഡ്. എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ, ഭയങ്കര ഒരു നന്ദി ഉണ്ടായിരുന്നു. അതേപോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് ദാറ്റ് വുഡ് സംടൈംസ് ടെൽ മീ, ഒരു ചെറിയൊരു ബിറ്റ് ഓഫ് ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. യു വിൽ നെവർ സർഫ് അഗെയിൻ വാസ് ഗോൺ ഇൻ വൺ വേവ്.
നീ ഇനി ഒരിക്കലും സർഫ് ചെയ്യില്ല എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നത് ഒരു വേവിൽ, ഒരു തിരയിൽ തന്നെ അങ്ങോട്ട് മാറിപ്പോയി. ഈവൻ ദോ ഐ വാസ് ഓൾ വെറ്റ്, ഞാൻ മുഴുവനും നനഞ്ഞു നിന്നിരുന്നെങ്കിലും ഐ ഫെൽറ്റ് ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് ട്രിക്ലിംഗ് ഡൗൺ മൈ ഫേസ്. എനിക്ക് സന്തോഷത്തിൻ്റെ കണ്ണുനീര് എൻ്റെ മുഖത്ത് ഇറ്റിട്ട് വീഴുന്നത് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റി. In 2010, Bethany's story was made into a Hollywood film, Soul Surfer. അങ്ങനെ 2010 ബേഥാനിയുടെ ഈ സ്റ്റോറി ഒരു ഹോളിവുഡ് ഫിലിം ആക്കി മാറ്റിയിരുന്നു. സോൾ സർഫർ എന്നാണ് മൂവിയുടെ പേര്. ഇത്രയാണ് ഉള്ളത്. ബേഥാനി ഹാമിൽട്ടൺ ഹവായി എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു ഐലൻഡിലാണ് ജനിച്ചത്. ഒരു എക്സ്ട്രാ ഓർഡിനറി വുമൺ ആണ്. കാരണം ഹുസ് ലൈഫ് ഇസ് എ ടെസ്റ്റമെൻറ്റ് ടു റെസിലിയൻസ് ആൻഡ് ടെനാസിറ്റി. അതായത് പഴയ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകാനായിട്ട് അവൾക്ക് സാധിച്ചു അല്ലേ. അതുപോലെ തന്നെ ടെനാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറുകെ പിടിച്ചു നിന്നു. എത്ര ഒരു പ്രശ്നം വന്നിട്ടും കൈ വിട്ട് കളഞ്ഞില്ല, മുറുകെ പിടിച്ചു തന്നെ നിന്നു. At the age of 13, she faced a life-altering shark attack while surfing that cost her an arm. 13 വയസ്സിൽ അവൾക്കുണ്ടായ ഒരു ഷാർക്ക് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു കൈ തന്നെ നഷ്ടപ്പെട്ടു പോയി. അത്രയ്ക്കും വലിയൊരു പ്രശ്നമായിരുന്നു അത്. Remarkably, within a month, Bethany returned to surfing and with unwavering determination, ultimately to professional surfing. ഒരു മാസത്തിനുള്ളിൽ തിരിച്ച് സർഫിങ്ങിലേക്ക് തന്നെ ചെന്നു. അൺവേവറിങ് ഡിറ്റർമിനേഷൻ, അതായത് ഇതുവരെ ഇളകാത്ത ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രൊഫഷണൽ ഒരു സർഫിങ്ങിലേക്ക് കടന്നു. ഷീ റോട്ട് അബൌട്ട് ഹർ എക്സ്പീരിയൻസ് ഇൻ ഹർ ഓട്ടോബയോഗ്രഫി സോൾ സർഫർ. എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ഓട്ടോബയോഗ്രഫി സോൾ സർഫറിൽ എഴുതിയിട്ടുണ്ട്. സോൾ സർഫർ, എ ട്രൂ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്, ഫാമിലി ആൻഡ് ഫൈറ്റിംഗ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോർഡ്. 2004 ഇറങ്ങിയതാണ് ഈ വർക്ക്, ഓട്ടോബയോഗ്രഫി, which was adapted into the 2011 feature film Soul Surfer. ഒരു ഫിലിം ഉണ്ട്, ഫീച്ചർ ഫിലിം 2011 ഇറങ്ങിയത്. സോൾ സർഫർ എന്നാണ് അതിൻ്റെ പേര്. ഷീ വെൻറ്റ് ഓൺ ടു അച്ചീവ് റിമാർക്കബിൾ സക്സസ് ആസ് എ പ്രൊഫഷണൽ സർഫർ, ഡിഫൈങ് ദ ഓഡ്സ് ആൻഡ് ബിക്കമിങ് ആൻ ഇൻസ്പിറേഷൻ ടു മെനി. അങ്ങനെ ഒരു പ്രൊഫഷണൽ സർഫറായി മാറി, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഷീ റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. ഒരുപാട് അവാർഡ്സും എന്താ പറയുക, ഓണേഴ്സും അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ദ ESPY അവാർഡ് 2004, NSSA നാഷണൽ ഹെൽപ്പിംഗ് കിഡ്സ് ചാമ്പ്യൻ 2005, ASP വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്സ് 2008 എക്സെട്ര. അങ്ങനെ ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയതാണ് നമ്മുടെ ബേഥാനി ഹാമിൽട്ടന്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്.